അപ്പോൾ നമ്മൾ കുറേ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തു. റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യണ അല്ലെങ്കിൽ ഒരു റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ആയിട്ടുള്ള സൊസൈറ്റീനെ ബ്രിങ് അപ്പ് ചെയ്യാൻ തടസ്സം നിൽക്കുന്ന കുറച്ച് പ്രോബ്ലംസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ പറയുന്നത് സ്ട്രാറ്റജീസ്, എന്തൊക്കെ സ്ട്രാറ്റജീസിലൂടെ നമുക്ക് ഇതിനെയൊക്കെ തിരിച്ചു കൊണ്ടുവരാം, നല്ലൊരു റീപ്രൊഡക്റ്റീവ് ഹെൽത്തി സൊസൈറ്റീനെ നമുക്ക് എങ്ങനെ നേടിയെടുക്കാം. ആ സ്ട്രാറ്റജീസിൽ ആദ്യത്തെയാണ് ഒരു 10 സ്ട്രാറ്റജീസ് ഉണ്ട് ഒരു റീപ്രൊഡക്റ്റീവ് ഹെൽത്തി ആയിട്ടുള്ള സൊസൈറ്റീനെ നമുക്ക് നേടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അതിൽ ആദ്യത്തെ സ്ട്രാറ്റജിയാണ് കൗൺസിലിംഗ് ആൻഡ് ക്രിയേറ്റിംഗ് അവെയർനെസ്. കൗൺസിലിങ്ങും അതുപോലെ തന്നെ നല്ലൊരു അവെയർനെസ് ക്രിയേറ്റ് ചെയ്യാം. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഒരു റീപ്രൊഡക്റ്റീവ് ഹെൽത്തി ഉള്ള സൊസൈറ്റീനെ നമുക്ക് ബ്രിങ് അപ്പ് ചെയ്യണമെങ്കിൽ, ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ആദ്യത്തെ പ്രൈമറി സ്റ്റെപ്പാണ് എന്ത്? നല്ലൊരു കൗൺസിലിങ്ങും നല്ലൊരു അവെയർനെസ്സും സൊസൈറ്റിക്ക് കൊടുക്കുക. റീപ്രൊഡ്യൂസിബിൾ ആയിട്ടുള്ള ആ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് നല്ലൊരു അവെയർനെസ് ആൻഡ് കൗൺസിലിംഗ് കൊടുക്കുക. അതാണ് പറയുന്നത് പ്രൈമറി സ്റ്റെപ്പ് ടുവേർഡ്സ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഇൻ എ സൊസൈറ്റി. സോ ഒരു നല്ലൊരു റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് സൊസൈറ്റി ഉണ്ടാക്കണമെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു കൗൺസിലിംഗ് ആൻഡ് അവെയർനെസ് ക്രിയേറ്റ് ചെയ്യുക. എന്തിനെക്കുറിച്ച്? റീപ്രൊഡക്റ്റീവ് റിലേറ്റഡ് ആസ്പെക്റ്റുകൾ. അതിനുവേണ്ടി അങ്ങനെ റീപ്രൊഡക്റ്റീവ് റിലേറ്റഡ് ആയിട്ടുള്ള ആസ്പെക്റ്റുകൾക്ക് ഒരു അവെയർനെസ് കൊടുക്കണമെങ്കിൽ അതിന് ഒരുപാട് ഓർഗനൈസേഷൻസ് രംഗത്തോട്ട് വരണം. അവരാണ് ഗവൺമെൻറ് ആൻഡ് നോൺ ഗവൺമെൻറ് ഏജൻസീസ്, നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ അഥവാ ഏജൻസിയുടെ ഭാഗത്തുനിന്നും എന്താണ് ഹാവ് ടേക്കൺ വേരിയസ് സ്റ്റെപ്സ്, ഒരുപാട് സ്റ്റെപ്പുകൾ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ടു ക്രിയേറ്റ് അവെയർനെസ് എമംഗ് പീപ്പിൾ അബൌട്ട് റീപ്രൊഡക്റ്റീവ് റിലേറ്റഡ് ആസ്പെക്ട്സ്. അപ്പോൾ റീപ്രൊഡക്റ്റീവ് റിലേറ്റഡ് ആയിട്ടുള്ള ആസ്പെക്റ്റുകളെ കുറിച്ച്, എന്താണ് റീപ്രൊഡക്ഷൻ, അതിൻ്റെ ഏതൊക്കെ വെൽബീയിങ്ങിലൂടെയാണെങ്കിൽ മാത്രമേ ഒരു ടോട്ടൽ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിയുള്ള സൊസൈറ്റി നമുക്ക് ഉണ്ടാവുള്ളൂ എന്നുള്ള എല്ലാ കാര്യങ്ങളും ജനങ്ങൾക്ക് അവെയർനെസ് കൊടുക്കണമെങ്കിൽ അതിൻ്റെ വേണ്ടിയിട്ട് ഗവൺമെൻറ്റും നോൺ ഗവൺമെൻറ് ഏജൻസികളും അവർ രംഗത്തോട്ട് വരണം. സോ അങ്ങനെയാണ് ഗവൺമെൻറ് ആൻഡ് നോൺ ഗവൺമെൻറ് ഏജൻസീസ് ഒരുപാട് സ്റ്റെപ്പുകൾ ഫോർവേഡ് ചെയ്തിട്ടുണ്ട് അവെയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. അവരെങ്ങനെയാണ് ഈ അവെയർനെസ് ക്രിയേറ്റ് ചെയ്തത്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് പല ഡിവൈസുകൾ, ഓഡിയോ, വിഷ്വൽ, പ്രിൻറ്റ് മീഡിയ ആൻഡ് പ്രൈമറി ഹെൽത്ത് സെൻറ്റർ. ഓഡിയോ വഴി, അതുപോലെ ഓഡിയോ വിഷ്വൽ മീഡിയ വഴി, അതുപോലെ പ്രിൻറ്റ് മീഡിയ വഴി, അതുപോലെ തന്നെ പ്രൈമറി ഹെൽത്ത് സെൻറ്ററുകൾ വഴി ഒരുപാട് റീപ്രൊഡക്റ്റീവ് റിലേറ്റഡ് ആസ്പെക്റ്റുകളെ കുറിച്ച് ജനങ്ങൾക്ക് ബോധവൽക്കരണം നടത്തിയിട്ടുണ്ട്. ആരൊക്കെ? ഗവൺമെൻറ് ആൻഡ് നോൺ ഗവൺമെൻറ് ഏജൻസീസ്. ഇത്രയാണ് കൗൺസിലിങ്ങിലും ക്രിയേറ്റിംഗ് അവെയർനെസ്സിലും വരുന്നത്. സോ നമ്മളതിൽ സ്ട്രാറ്റജി ആദ്യം പറഞ്ഞത് കൗൺസിൽ ചെയ്യുക, അതുപോലെ അവർക്ക് അതിൻ്റെ അവെയർനെസ് ക്രിയേറ്റ് ചെയ്യുക. അതിന് വേണ്ടി രംഗത്ത് വരുന്നത് ആരാണ്? നമ്മുടെ ഗവൺമെൻറ് ആൻഡ് നോൺ ഗവൺമെൻറ് ഏജൻസികൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഓഡിയോ, വിഷ്വൽ, പ്രിൻറ്റ് മീഡിയ ആൻഡ് പ്രൈമറി ഹെൽത്ത് സെൻറ്ററുകൾ വഴി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് ഇതിനെക്കുറിച്ചുള്ള അവെയർനെസ് അല്ലെങ്കിൽ അവബോധം നൽകിയെടുക്കുക അല്ലെങ്കിൽ നേടിയെടുക്കുക, കൊടുക്കുക. ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ എല്ലാ തെറ്റിദ്ധാരണകളും മാറ്റുക. ഇതാണ് അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ്. കൗൺസിലിങ്ങിലൂടെ ഉള്ള തെറ്റിദ്ധാരണകൾ മാറ്റുക, നല്ല പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കാൻ ശ്രമിക്കുക. അത് വരുന്നു. രണ്ടാമത്തെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ സെക്സ് എഡ്യൂക്കേഷനാണ്. പണ്ടൊക്കെ എല്ലാ വെസ്റ്റേൺ കൺട്രീസിലും വളരെ ജനറലായിട്ട് നടക്കുന്ന കാര്യം. നമ്മുടെ ഇവിടെയൊക്കെ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ കരിക്കുലത്തിൽ കുട്ടികൾക്ക് സെക്സ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ നമ്മളൊക്കെ ചിന്തിക്കും, എന്തിനാണ് ഈ +2 ഫസ്റ്റ് യൂണിറ്റ് മുഴുവൻ റീപ്രൊഡക്ഷനാണ്. റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം, അതുപോലെ പ്ലാന്റ്സിൽ എങ്ങനെയാണ് റീപ്രൊഡക്ഷൻ, ഹ്യൂമൻസിൽ എങ്ങനെയാണ് റീപ്രൊഡക്ഷൻ, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പഠിക്കുന്നു റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. എന്തിനാണ് ഇത്രയും റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നത്? അതൊരു പ്രോപ്പർ സെക്സ് എഡ്യൂക്കേഷൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ കുട്ടികളിൽ തന്നെ അത് സ്റ്റാർട്ട് ചെയ്യാണ്. അല്ലെങ്കിൽ എന്താ, ഒരുപാട് മിത്തുകളും മിസ്കൺസെപ്ഷനുകളിലൂടെ അവർ കടന്നുപോയി ഒരുപാട് തെറ്റായിട്ടുള്ള ഒരു ജനറേഷനായിരിക്കും വരിക. സോ അതിന് പ്രോപ്പറായിട്ട് റീപ്രൊഡക്റ്റീവ് റിലേറ്റഡ് ഓർഗൻസും അതെങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യണേ, അതിൻ്റെ പ്രോബ്ലംസ് എന്താണ് എന്നൊക്കെ അവർ കറക്റ്റായിട്ട് അറിയണമെങ്കിൽ അവർക്ക് പ്രോപ്പറായിട്ടൊരു സെക്സ് എഡ്യൂക്കേഷൻ സ്കൂൾ കരിക്കുലത്തിൽ തന്നെ കിട്ടണം. അതാണ് രണ്ടാമത്തെ സ്ട്രാറ്റജി, സെക്സ് എഡ്യൂക്കേഷൻ. ഇൻട്രൊഡക്ഷൻ ഓഫ് സെക്സ് എഡ്യൂക്കേഷൻ ഇൻ സ്കൂൾ. കുട്ടികളിൽ അല്ലെങ്കിൽ സ്കൂളിൽ തന്നെ സെക്സ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ, പ്രോപ്പറായിട്ട് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അത് ഡിസ്കറേജ് ചെയ്യും കുട്ടികളെ. എന്നിൽ നിന്ന് ചിൽഡ്രൻ ഫ്രം ബിലീവിങ് ഇൻ മിത്ത്
ആൻഡ് ഹാവിങ് മിസ്കൺസെപ്ഷൻ അബൌട്ട് സെക്സ് റിലേറ്റഡ് ആസ്പെക്ട്. സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് റിലേറ്റഡ് ആയിട്ടുള്ള ആസ്പെക്റ്റുകളെ കുറിച്ചുള്ള കെട്ടുകഥകളും തെറ്റിദ്ധാരണകളും വിശ്വസിക്കാതിരിക്കാനായിട്ട്, അതായത് തള്ളിക്കളയാൻ വേണ്ടിയിട്ട് അവരെ ഈ പ്രോപ്പർ സെക്സ് എഡ്യൂക്കേഷൻ സ്കൂളിൽ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ സഹായിക്കും. സോ അപ്പോൾ നല്ലൊരു റിപ്രൊഡക്റ്റീവ് ഹെൽത്തി ആയിട്ടുള്ള സൊസൈറ്റീനെ ബ്രിങ്ങപ്പ് ചെയ്യാൻ അവർക്കും സാധിക്കും. സോ അതിൻ്റെ ഭാഗമായിട്ട് പ്രോപ്പറായിട്ട് നമ്മൾ അഡോളസൻറ്റ് സ്റ്റേജിലാണ് ഈ +1 +2 നമ്മൾ ഈ ചാപ്റ്ററുകളൊക്കെ പഠിക്കണം, അല്ലെങ്കിൽ ഈ ടോപ്പിക്കുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. സോ അഡോളസൻറ്റ് ഏജ് ഗ്രൂപ്പ് ഈ പറഞ്ഞ പ്രോപ്പർ ഇൻഫർമേഷൻ, ഒബ്റ്റെയിൻ റൈറ്റ് ഇൻഫർമേഷൻ അബൌട്ട് ഫോളോയിങ് ആസ്പെക്ട്സ് ഇൻ ദ സ്കൂൾ കരിക്കുലം. സോ സ്കൂൾ കരിക്കുലത്തിൽ നിന്ന് അവർക്ക് റീപ്രൊഡക്റ്റീവ് അല്ലെങ്കിൽ സെക്സ് റിലേറ്റഡ് ആസ്പെക്റ്റുകളെ കുറിച്ച് ഒരുപാട് ഇൻഫർമേഷൻ, കറക്റ്റ് പ്രോപ്പർ അല്ലെങ്കിൽ റൈറ്റ് ഇൻഫർമേഷൻ ഈ അഡോളസൻ്റ് ഏജ് ഗ്രൂപ്പിൽ കിട്ടുകയാണ്. അവർക്ക് മനസ്സിലാവുകയാണ് എന്താണ് ഇതെന്ന് കറക്റ്റായിട്ട്. എന്തിനെക്കുറിച്ചുള്ള ഇൻഫർമേഷനൊക്കെയാണ് ഈ അഡോളസൻസിന് ആ സമയത്ത് കിട്ടുന്നത്? പ്രോപ്പർ ഇൻഫർമേഷൻ അബൌട്ട് റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്താണ്, അതിൻ്റെ ഫങ്ഷൻ എന്താണ്, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്താണ്, അതിൻ്റെ ഫങ്ഷൻ എന്താണ്, എന്തൊക്കെ ഇവൻറ്റുകളാണ് മെയിലിന് ഫീമെയിലിന് ബോഡിയിൽ നടക്കുന്നത്. അപ്പോൾ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിനെ കുറിച്ച് പ്രോപ്പറായിട്ടുള്ള ഇൻഫർമേഷൻ, അതുപോലെ എന്താണ് അഡോളസൻസ്, ആ സ്റ്റേജിൽ എന്തൊക്കെ ചേഞ്ചസ് ബോഡിയിൽ ഉണ്ടാവുന്നുണ്ടോ, റിലേറ്റഡ് ചേഞ്ചസ്, ഹോർമോണൽ ചേഞ്ചസ് എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് ഒരു ഗേൾ അല്ലെങ്കിൽ ബോയിൻ്റെ ബോഡിയിൽ എന്നൊക്കെ കറക്റ്റായിട്ട് അഡോളസൻ്റ് ഏജ് ഗ്രൂപ്പിൽ അവർക്ക് കിട്ടണം. രണ്ടാമത്തത് സേഫ് ആൻഡ് ഹൈജീനിക് സെക്ഷൽ പ്രാക്ടീസസ്. സോ സെക്ഷൽ പ്രാക്ടീസ് അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ഇവൻറ്റുകൾക്ക് സേഫ് ആൻഡ് ഹൈജീനിക് ആയിരിക്കണം, അല്ലെങ്കിൽ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകൾ വരാനുള്ള സാധ്യതയുണ്ട്. സോ എന്താണ് സേഫ് പ്രാക്ടീസ്, എന്താണ് ഹൈജീനിക് ആയിട്ടുള്ള സെക്ഷൽ പ്രാക്ടീസുകൾ എന്ന് ബോത്ത് മെൻ ആൻഡ് വിമണിന് കറക്റ്റായിട്ട്, അല്ലെങ്കിൽ ഗേൾ ആൻഡ് ബോയ്ക്ക് ആ സമയത്ത് അഡോളസൻ്റ് ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടിക്ക് പ്രോപ്പറായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുന്നു. അടുത്തത് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകൾ, STDs എന്തൊക്കെയാണെന്നുള്ള ഇൻഫർമേഷനും കിട്ടുന്നു. അത് അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യകത എന്താണ് എന്ന് മനസ്സിലാവുന്നു. അതുപോലെ എയ്ഡ്സ്, ഏറ്റവും ഡിസാസ്ട്രസ് ആയിട്ടുള്ള ഒരു ഡിസീസ്, അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം. അതെന്താണ്, അതെങ്ങനെയാണ് വരുന്നത്, അത് വരാതിരിക്കാൻ എന്ത് ചെയ്യണം, അതിന് പ്രോപ്പറായിട്ട് പ്രിക്കോഷൻസ് നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ എല്ലാ ഇൻഫർമേഷൻ, റൈറ്റ് ഇൻഫർമേഷൻ അഡോളസൻ്റ് ഏജ് ഗ്രൂപ്പിൽ സ്കൂൾ കരിക്കുലത്തിൽ തന്നെ കിട്ടുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ നേരത്തെ പഠിച്ച ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ. എന്തുകൊണ്ടാണ് ആ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഒരു ഫീമെയിൽ ബോഡി എങ്ങനെയാണ് ഈ പ്രഗ്നൻസി ആൻഡ് എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ് അതിന് തയ്യാറായിരിക്കുന്നത്, എന്തൊക്കെ ചേഞ്ചസ് ആണ് അവരുടെ ബോഡിയിൽ ഉണ്ടാവണേ, എന്തൊക്കെയാണെന്നുള്ള കറക്റ്റ് ഇൻഫർമേഷൻ കിട്ടുന്നു. അതാണ് റീപ്രൊഡക്റ്റീവ് ഓർഗൻസിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചത്. അതുപോലെ അഡോളസൻസ് എന്താണ്, അപ്പോൾ എന്തൊക്കെ ഹോർമോണൽ ഇംബാലൻസുകൾ അല്ലെങ്കിൽ ചേഞ്ചസുകൾ ഉണ്ടാകുന്നു, അതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് ഫിസിക്കലി എന്തൊക്കെ ചേഞ്ചസുകൾ ഉണ്ടാവണം എന്നൊക്കെ മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ സേഫ് ആൻഡ് ഹൈജീനിക് ആയിട്ട് സെക്ഷൽ പ്രാക്ടീസസ് എന്തൊക്കെയാണ്, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകൾ എന്തൊക്കെയാണ്, എയ്ഡ്സ് എന്താണ്, അതിൻ്റെ കോൺസിക്വൻസ്, എല്ലാ പ്രോപ്പർ ഇൻഫർമേഷനും അഡോളസൻസിന് സ്കൂൾ കരിക്കുലത്തിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നു. അതാണ് ഇൻട്രഡക്ഷൻ ഓഫ് സെക്സ് എഡ്യൂക്കേഷൻ. അതും ഒരു സ്ട്രാറ്റജിയാണ്. സോ കൗൺസിലിങ്ങും അതുപോലെ ഇൻട്രൊഡക്ഷൻ ഓഫ് സെക്സ് എഡ്യൂക്കേഷനും ഒരു സ്ട്രാറ്റജി. ഇനി നമുക്ക് അടുത്ത സ്ട്രാറ്റജികൾ എന്തൊക്കെയാണെന്ന് നോക്കാം.